ഇന്ന് ഞാൻ സ്ട്രോബെറിയും അതുപോലെ ബ്ലൂബെറിയും വെച്ചിട്ട് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്മൂത്തി ഉണ്ടാക്കാം. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. സ്ട്രോബെറി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോബെറി എല്ലാം നല്ലതായിരിക്കണം എന്നില്ല. ഇതിനകത്ത് ചീത്തയായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിനകത്തേക്ക് ചേർക്കരുത്. അതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്കിതുപോലെയുള്ള സ്മൂത്തി, ജ്യൂസ്, ഡ്രിങ്ക് ഇതൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും നോർമൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും നല്ല ചൂടുള്ള സമയമാണ്. അങ്ങനെ സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂബെറി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് യോഗേട്ടാണ്. യോഗേട്ട് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് യോഗേട്ട് ചേർത്താൽ. യോഗേട്ട് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾ പുളിയുള്ള തൈരൊന്നും ചേർക്കരുത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം യോഗേട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പാലെടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയും മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് പാലൊന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഇതിനകത്ത് യോഗേട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ പാല് കട്ടയാക്കിയിട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. സ്മൂത്തി ആകുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. നല്ല പോലെ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ മധുരമൊക്കെ നോക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്കിൽ കുടിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ലൂസായാൽ പിന്നെ ഇത് ജ്യൂസായിട്ട് മാറും. യോഗേട്ടൊക്കെ ചേർത്ത കാരണം ഈ ഒരു തിക്കിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, അതുപോലെ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് ഈ സ്മൂത്തിയുടെ ഗ്ലാസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പ്ലേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗസ്റ്റ് വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്കും മറ്റുള്ളവർക്കൊക്കെ നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് പിള്ളേർക്കാണ്. അവർ ഏത് കഴിക്കാത്ത ഫുഡായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവരുടെ മുന്നിലോട്ട് വെച്ച് കൊടുത്താൽ അവർ കഴിച്ചോളും. ഇങ്ങനെ കാണുമ്പം തന്നെ അവരുടെ മുഖത്തൊരു സന്തോഷം കാണും. അത് കാണുമ്പോൾ നമുക്കതിനേക്കാളും വളരെയധികം സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഗസ്റ്റ് വരുമ്പം മാത്രമല്ല ഇതുപോലെ ജ്യൂസ്, ഫുഡ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കും കൊടുക്കുക. അതുപോലെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ്സുമായിട്ട് എടുക്കുക. വീട്ടിലുള്ളവർക്ക് പഴയ പ്ലേറ്റും ഗ്ലാസ്സും, അതുപോലെ വരുന്ന ഗസ്റ്റിന് പുതിയ ഗ്ലാസും പ്ലേറ്റും അങ്ങനെയൊന്നും ആക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ നല്ല ഭംഗിയും വൃത്തിയുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുക്കുക. അല്ലാതെ വരുന്നവർക്ക് മാത്രമായിട്ട് പ്ലേറ്റും ഗ്ലാസ്സും ഒന്നും സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഞാനിത് ഇനി പിള്ളേർക്ക് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അവർ ഹാപ്പി ആവുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.